ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനും സമാദരണീയനുമായ കേരളത്തിലെ പണ്ഡിത ശ്രേഷ്ഠരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജനാബ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ പണ്ഡിതന്മാരെ, ജനനേതാക്കളെ, നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന ചരിത്ര പോരാളിയുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ അനുബന്ധമായി പണികഴിപ്പിച്ചിരിക്കുന്ന കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ അബ്ദുൽ ഖാദർ മുസ്ലിയാരുമൊത്ത് ഈ വിനീതൻ നിർവഹിച്ചതിന് ശേഷമാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മതവും വിശ്വാസവും ഏറ്റവുമധികം തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മളുടെ പൂർവികർ ഉണ്ടാക്കിയിരുന്നില്ല. നാനാജാതി മതസ്ഥർ, വിഭാഗങ്ങൾ, ഇവരെല്ലാം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന നാടാണ് നമ്മളുടേത്. ആ അടുപ്പവും സ്നേഹവും നിലനിർത്താൻ ഉതകുന്ന നിലപാടുകളും സമീപനങ്ങളുമായിരുന്നു എല്ലാ വിഭാഗം മതവിശ്വാസികളിൽ നിന്നും ഉണ്ടായിരുന്നത്. ദൗർഭാഗ്യവശാൽ ചില പോറലുകൾ ആ ഊഷ്മളമായ ബന്ധത്തിന് ഏറ്റുകൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് കാണാൻ കഴിയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ശാന്തി. ഒരു മതത്തിന്റെ പേര് തന്നെ സമാധാനം എന്നായിരിക്കെ സമാധാന ഭംഗമുണ്ടാക്കുവാൻ ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും തന്നെ കഴിയില്ല. ലോകത്തുള്ള എല്ലാ വിശ്വാസങ്ങളെയും പ്രവാചകന്മാരെയും അംഗീകരിക്കുവാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളവരാണ് ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികൾ.
ഒന്നിനെയും അപമതിക്കുവാൻ വേണ്ടി പാടില്ല, പരിഹസിക്കുവാൻ വേണ്ടി പാടില്ല, അവഹേളിക്കുവാൻ വേണ്ടി പാടില്ല. അത്തരമൊരു മാർഗമാണ് സൂഫിവര്യന്മാരായിട്ടുള്ള മഹാപണ്ഡിതന്മാർ നമ്മളുടെ രാജ്യത്ത് അനുവർത്തിച്ചിരുന്നത്. സൂഫിവര്യന്മാരുടെ മക്ബറകളിലേക്ക്, ശവകുടീരങ്ങളിലേക്ക് നാനാജാതി മതസ്ഥർ ആശ്വാസം തേടി എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവർ ജീവിച്ചിരുന്ന കാലത്ത് സ്നേഹവും ശാന്തിയും പരിലസിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ സഹോദര മതവുമായി, വിശ്വാസ പ്രമാണവുമായി യോജിച്ചും ഒരുമിച്ചും പോകാവുന്നതാണ്. അത്തരം യോജിപ്പിന്റെ ചിത്രങ്ങളാണ് സയ്യിദ് അലവിക്കോയ തങ്ങളുടെയും കോന്തുനായരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങൾക്ക് കാര്യസ്ഥനായി, എഴുത്തുകാരനായി, കണക്കപ്പിള്ളയായി ഒരു മുസൽമാനെ വെക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് അക്കാലത്തെ ചമ്മാട് കളിയാട്ടുമുക്ക് മേഖലയിലെ പ്രശസ്തമായ നായർ കുടുംബത്തിലെ ഒരംഗത്തെയാണ്. അവരുടെ അടുപ്പം വലിയ സ്നേഹമായി വളർന്നു. കേവലം ഒരു മുതലാളിയും കണക്കെഴുത്തുകാരനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അവർക്കിടയിൽ രൂപപ്പെട്ടു വന്നത്. അതിനപ്പുറം വല്ലാത്ത ഒരു ആത്മബന്ധം വളർന്ന് പന്തലിക്കുകയുണ്ടായി. കോന്തുനായർ മരണപ്പെട്ട് പിന്നീട് 2 വർഷമേ സയ്യിദ് അലവിക്കോയ തങ്ങൾ ജീവിച്ചുള്ളൂ. അധസ്ഥിതരും പാവപ്പെട്ടവരുമായ ഹൈന്ദവ സമുദായാംഗങ്ങൾ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ കാണാനെത്തുമായിരുന്നു. അവരവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങളോട് പങ്കുവച്ചു. അക്കാലത്ത് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അധസ്ഥിതർക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒരു ക്ഷേത്രം വേണം എന്ന് തങ്ങളോട് മടിച്ചാണെങ്കിലും അവർ പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഉറഞ്ഞു തുള്ളുകയല്ല സയ്യിദ് അലവിക്കോയ തങ്ങൾ ചെയ്തത്. അദ്ദേഹം കളിയാട്ടുമുക്കിൽ ഒരു ക്ഷേത്രം അവർക്ക് വേണ്ടി പണിതു കൊടുക്കുകയുണ്ടായി. ആ ക്ഷേത്രത്തിൽ വർഷാവർഷം കെങ്കേമമായ ഉത്സവം ആരംഭിച്ചു. ഉത്സവം കാണാൻ ക്ഷേത്രത്തിന്റെ ഏതാണ്ട് സമീപത്ത് സയ്യിദ് അലവിക്കോയ തങ്ങൾ ഒരു പള്ളി പണിതു. ഉത്സവകാലമാകുമ്പോൾ ആ പള്ളിയിൽ തങ്ങൾ വരികയും ക്ഷേത്രോത്സവം കൺകുളിർക്കെ കാണുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. തങ്ങൾ മരണപ്പെട്ടു. തങ്ങളെ മമ്പുറത്ത് മറവ് ചെയ്തു. തങ്ങളുടെ മക്ബറ, ശവകുടീരം നാനാജാതി മതസ്ഥരും ആശ്വാസം തേടിയെത്തുന്ന കേന്ദ്രമായി വളർന്നു. കളിയാട്ടുമുക്കിലെ ക്ഷേത്രോത്സവത്തിന് വേഷം കെട്ടിവരുന്ന ഹൈന്ദവ സഹോദരന്മാർ ക്ഷേത്രത്തിലെത്തുന്നതിന് മുൻപ് ആദ്യം പോയിരുന്നത് മമ്പുറം തങ്ങളുടെ മക്ബറയിലേക്കാണ്, മക്കാമിലേക്കാണ്. അവിടെ ചെന്ന് തങ്ങളോട് സമ്മതം വാങ്ങി
കളിയാട്ടമുക്കിലെ പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം ദേവാലയത്തിൽ വന്ന് അവരുടെ വക സംഭാവനയും നൽകി ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് പോകാറാണ് പതിവ്. ഇതൊന്നും കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ല, വെറുതെ ഒരു കഥ പറയാൻ വേണ്ടി പറയുന്നതും അല്ല. ഇത് ചരിത്രമാണ്, സത്യമാണ്, വസ്തുതയാണ്. എന്തേ ആ ആത്മബന്ധം ഹൈന്ദവ മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് പതിയെ പതിയെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു? സമാനമായ ഒരു ബന്ധം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും ഒരുപാട് കഥകൾ അവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊരു മിത്താണ് എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ജീവിച്ചിരുന്ന രണ്ട് കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അവർ എന്നഭിപ്രായപ്പെടുന്നവരും ഇല്ലാതില്ല. ഹൈന്ദവ മുസ്ലിം സമൂഹം ആഗ്രഹിച്ചിരുന്ന ഊഷ്മളമായ ബന്ധത്തിന്റെ നല്ല സ്വപ്നങ്ങളുടെ പങ്കുവെക്കലാണ് മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ബന്ധങ്ങളിലൂടെ വികസിച്ചു വന്ന സൗഹൃദത്തിന്റെ കഥകൾ വ്യക്തമാക്കുന്നത്. 2 ദിവസം മുമ്പ് ഔദ്യോഗികമായിട്ടുള്ള ഒരു ആവശ്യത്തിൽ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി എനിക്ക് ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൽ പോകേണ്ടി വന്നു. സാധാരണഗതിയിൽ മല കയറി പോകാറില്ല ആരും, കാരണം അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ശബരിമലയ്ക്ക് താഴെ പമ്പയിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ, മീറ്റിംഗുകളിൽ ഔദ്യോഗികമായി പങ്കെടുത്ത് പോരാറാണ് പതിവ്. എന്നിലെ ചരിത്രാന്വേഷി ശബരിമല കയറണം എന്ന് എന്നോട് പറഞ്ഞു. രാത്രി 12 മണിക്ക് ഞങ്ങൾ മല കയറി തുടങ്ങി. കൃത്യം 1:15 മണിക്ക് ശബരിമല സന്നിധാനത്തിലെത്തി. അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ തിട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും എന്നുള്ളതായിരുന്നു അവസാനം വരെയും ഞാൻ കരുതിയിരുന്നത്. അതിന്റെ ഒരുപാടപ്പുറത്ത് ഏതെങ്കിലും ഒരു ഹാളിൽ യോഗം ചേർന്ന് പോരേണ്ടി വരും എന്ന് കരുതിയതിൽ തെറ്റില്ല. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അയ്യപ്പ സന്നിധാനത്തിന്റെ തൊട്ട് മുന്നിലായി 18-ാം പടിയുടെ തൊട്ടടുത്തായി പടിഞ്ഞാറോട്ട് കവാടം മലർക്കെ തുറന്നിട്ട് വാവരെന്ന് പറയുന്ന മുസ്ലിമിന്റെ നട തുറന്നു വെച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോ ഫാത്തിഹ ഓതി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് മുസ്ലിം പണ്ഡിതൻ എല്ലാവരെയും പറഞ്ഞയക്കുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ്. നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ട് എരുമേലിയിലെ പള്ളിയിൽ സാധാരണ അയ്യപ്പ ഭക്തന്മാർ പോകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അയ്യപ്പ സന്നിധാനത്തിന്റെ ഏറ്റവും സമീപത്ത്, നോക്കിയാൽ കാണുന്ന ദൂരത്ത് മുസ്ലിമായിരുന്ന വാവർക്ക് ഒരു നട തുറന്നു വെക്കാൻ അവസരം നൽകപ്പെട്ടത് ഒരു കാലത്ത് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന, നമ്മളുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയെ വ്യക്തമാക്കുന്നു. ഞങ്ങളെല്ലാ സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അവിടെ ആർക്കും ഒരു വിലക്കുമില്ല. അയ്യപ്പന്റെ ശത്രുപക്ഷത്തെ സൈന്യാധിപനായിരുന്നു വാവർ. ശത്രുപക്ഷത്തായിരുന്നിട്ടും 2 മാന്യന്മാർ കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായും അതൊരു വിശ്വാസമായും ഇഷ്ടമായും വളരും. അവർക്കിടയിൽ സ്നേഹത്തിന്റെ ഒരു ഭൂമിക രൂപപ്പെട്ടു വന്നുവത്രേ. ശത്രുപക്ഷത്തെ സൈന്യാധിപൻ അവസാനം
അയ്യപ്പന്റെ സൈന്യത്തിന്റെ പടത്തലവനായി മാറുകയാണ്. ആ ഊഷ്മളമായ സ്നേഹവും ബന്ധവും നമ്മളുടെ നാട് ഒരു കാലത്ത് പാലൂട്ടി വളർത്തിയതായിരുന്നു. അതിന്റെ കടക്ക് കത്തിവെക്കാൻ ഇരു സമുദായങ്ങളിലെയും തീവ്ര മനോഭാവമുള്ളവർ ശ്രമിക്കുന്നു. അതിനെതിരായി എന്നും നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരും പ്രസ്ഥാനവും എന്ന് പറയാൻ എനിക്ക് അശേഷം മടിയില്ല. ലോകത്തൊരിടത്തും നമുക്ക് നേർച്ച കാണാൻ കഴിയില്ല. ലോകത്തിലെ ഒരു മുസ്ലിം പള്ളിയോടനുബന്ധിച്ചും നേർച്ചകൾ കൊണ്ടാടപ്പെടാറില്ല. കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമേ നമുക്കത് കാണാനാകൂ. ക്ഷേത്രോത്സവങ്ങൾക്ക് സമാനമായി പള്ളികളോടനുബന്ധിച്ച് ഉത്സവങ്ങൾ മുസ്ലിങ്ങൾ സംഘടിപ്പിച്ചു. ക്ഷേത്രോത്സവങ്ങൾക്ക് ക്ഷേത്രവളപ്പിൽ മുസ്ലിങ്ങൾക്ക് കയറാം, അവിടെ പോയി ബിസിനസ് ചെയ്യാം. എന്നിരിക്കെ മുസ്ലിം പള്ളികളുടെ കോമ്പൗണ്ടുകളിലും മറ്റു മതസമുദായക്കാർക്ക് വരാൻ എന്തുണ്ട് വഴി എന്ന ആലോചനയായിരിക്കാം നമ്മളുടെ പൂർവികരെ പള്ളികളോടനുബന്ധിച്ച് നേർച്ചകൾ നടത്തുന്ന അവസ്ഥയിലേക്ക് വഴി നടത്തിയത്. പള്ളിപ്പെരുന്നാളുകൾ ആഘോഷിക്കുന്നു ക്രിസ്ത്യൻ ചർച്ചുകളോടനുബന്ധിച്ച്. ലോകത്തൊരിടത്തും ക്രിസ്ത്യൻ പള്ളികളോടനുബന്ധിച്ച് അങ്ങനെ ഒരു പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത് ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല. കേരളത്തിൽ വിവിധ മതസമുദായങ്ങൾ കൊണ്ടും കൊടുത്തും അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോയപ്പോൾ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ ഒരു തലത്തിലുള്ള അകൽച്ചയും ഉണ്ടായില്ല. പരസ്പരം വിശ്വാസവും സ്നേഹവും ഊട്ടിയുറപ്പിക്കപ്പെട്ടു. ആ ഒരവസ്ഥക്ക് മാറ്റം വരുന്നു എന്നുള്ളത് പ്രോത്സാഹജനകമല്ല. എന്ത് വില കൊടുത്തും നമുക്ക് പഴയ നാളുകൾ തിരിച്ചു പിടിക്കണം. അതിന് തീവ്രമായിട്ടുള്ള നിലപാടുകൾ ഉപേക്ഷിക്കണം. മുസ്ലിങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് മധ്യമ സമുദായം എന്നാണ്. വിശ്വാസാചാരാനുഷ്ഠാനങ്ങളിൽ പോലും തീവ്രമായ നിലപാടുകൾ പുലർത്താത്ത ആളുകളാണ് മുസ്ലിങ്ങൾ എന്നാണ്. ദീർഘിപ്പിച്ച് നമസ്കരിക്കുക എന്നുള്ളത് ഒരു കുറ്റമായി നമ്മൾ ആരും കാണുന്നില്ല. പക്ഷേ ദീർഘിപ്പിച്ച് നമസ്കരിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കപ്പെട്ടപ്പോൾ ദീർഘിച്ച നമസ്കാരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയെ വിളിച്ചു വരുത്തി പ്രവാചകൻ ശാസിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ചുമതലയേൽപ്പിക്കപ്പെട്ടു. അദ്ദേഹം നീട്ടി നമസ്കരിച്ചതിനെക്കുറിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ പരാതി ബോധിപ്പിച്ചു പ്രവാചകന്റെ സന്നിധിയിൽ. വൃദ്ധരായിട്ടുള്ള ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് മുആദിനെ പ്രശംസിക്കുകയല്ല ചെയ്തത്. മുഖം ചുവപ്പിച്ചുകൊണ്ട് പ്രവാചകൻ മുആദിനോട് പറഞ്ഞത്, യാ മുആദ് അതുരീദു അൻ തകൂന ഫത്താനൻ. മുആദേ, നീ കുഴപ്പക്കാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ചോദ്യം ഒരു ചോദ്യമാണ്. ആരാധനാനുഷ്ഠാനങ്ങളിൽ പോലും മിതത്വം പാലിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് മുസ്ലിങ്ങൾ. അവർക്കെങ്ങനെയാണ് തീവ്രമായ നിലപാടുകൾ പുലർത്താൻ സാധിക്കുക? മറ്റുള്ള മതസമുദായങ്ങളുമായി ഇഴകിച്ചേർന്നവരായിരുന്നു നമ്മളുടെ സൂഫി വര്യന്മാരായ മനീഷികളായിട്ടുള്ള വ്യക്തികൾ. മമ്പുറം തങ്ങളും പൂന്തുനായരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ സൂഫി വര്യന്മാർക്കും സഹോദര മതസ്ഥരുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. ആ ആത്മബന്ധം ഇസ്ലാമിനെ ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്.
എല്ലാ മതവിഭാഗങ്ങളിലും അകൽച്ച പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾ കൂടി വരികയാണ്. ഹൈന്ദവ സമുദായത്തിൽ ഒരു ന്യൂനാൽന്യൂനപക്ഷം പക, വിദ്വേഷം ഇതൊക്കെ പ്രചരിപ്പിക്കുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് പോലും സമീപകാലത്ത് മാത്രമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട തർക്കം. പക്ഷെ പള്ളി പൊളിക്കാൻ ആരും സന്നദ്ധമായില്ല ഈ അടുത്ത കാലം വരെ. അടുത്ത കാലത്താണ് അകൽച്ചയും പകയും വിദ്വേഷവും രൂപപ്പെട്ട് തുടങ്ങിയത്. അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭൂമിക സൃഷ്ടിച്ചെടുക്കുവാനുള്ള യത്നം നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്നത് പോലെ നടത്തേണ്ടതുണ്ട്. ഇതുപോലെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളിൽ പഴയ സൗഹൃദത്തെ സംബന്ധിക്കുന്ന ആലോചനകൾ പുനർജനിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി പ്രസ്ഥാനം ഒരു വലിയ സെമിനാർ അതുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ അടുത്ത് തലപ്പാറയിൽ നടത്തിയത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. കാലവും സമൂഹവും ആഗ്രഹിക്കുന്നതെന്തോ അത്തരമൊരു സന്ദേശമാണ് ആ യോഗത്തിലൂടെ നൽകപ്പെട്ടത്. നമ്മളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിലും അങ്ങനെ ഒരു സന്ദേശമാണ് നാം കുത്തിവെക്കേണ്ടത്. സൗഹൃദത്തിന്റെ സന്ദേശം അവരുടെ മസ്തിഷ്കത്തിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത്, സഹോദര മതസ്ഥരുമായിട്ടുള്ള നല്ല ഊഷ്മളമായ ബന്ധത്തെ കുറിക്കുന്ന നല്ല കഥകൾ, നല്ല സംഭവങ്ങൾ, ചരിത്രം ഇത് പറഞ്ഞുകൊടുത്ത് അവരിലേക്ക് അത് സന്നിവേശിപ്പിക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കേണ്ടതും നടത്തേണ്ടതും. എല്ലാറ്റിലും ചില ക്ഷുദ്രജീവികളുണ്ട്. അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അത്തരക്കാരെ ഏത് മതവിഭാഗത്തിലായാലും ഒറ്റപ്പെടുത്തണം. അവരുമായി കൂട്ടുകൂടരുത്. നമ്മളുടെ ചെറുപ്പക്കാർ അവരേത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. എല്ലാറ്റിലും മിതത്വം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ എന്നുള്ള ബോധത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കണം. അതിനിങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേകമായ സിലബസിൽ ഉൾപ്പെടുത്തി വിഷയങ്ങൾ തന്നെ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർ, ഞാൻ അവരെക്കുറിച്ചൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ള മതസ്ഥരുമായി ഇടകലരുന്നതും ഇഴകിച്ചേരുന്നതും ഒരിക്കലും ഇസ്ലാമിക വിരുദ്ധമല്ല, മുസ്ലിം വിരുദ്ധമല്ല. ആ സന്ദേശമാണ് സുന്നി പ്രസ്ഥാനങ്ങൾ എക്കാലത്തും നമ്മളുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായ നിലപാട് ചില പരിഷ്കർത്താക്കൾ എന്ന് അവകാശപ്പെടുന്നവരാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് സാധിക്കണം. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തുക, സമുദായത്തിൽ പരമാവധി അനൈക്യമുണ്ടാക്കുക, ആളുകളെ കൊല്ലുക, സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക, ഇതിനൊക്കെ ചൂട്ടുപിടിക്കുകയും കൂട്ടുപിടിക്കുകയും ചെയ്തിട്ട് അവസാനം ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഇത് ശുദ്ധ അസംബന്ധമാണ്. ഐക്യത്തെക്കുറിച്ച് പറയാൻ അർഹതയുണ്ടാവണമെങ്കിൽ ഒരു ജനതയെ ഒന്നായി കാണാൻ കഴിയണം. അതിന് സാധിക്കാത്തവർക്ക് ഐക്യത്തെക്കുറിച്ച് പറയാൻ, മിണ്ടാൻ പോലും അർഹതയില്ല. അതിനർഹത നേടുകയാണ് അവർ വേണ്ടത്. ഞാൻ വഖഫ് മന്ത്രി എന്നുള്ള നിലയിൽ ചുമതലയേറ്റതിന് ശേഷം ഒരുപാട് കേസുകൾ എന്റെ മുന്നിൽ വരികയുണ്ടായി. പള്ളികൾ പിടിച്ചെടുത്ത സംഭവങ്ങൾ,
പള്ളികൾ പൂട്ടിയിട്ട സംഭവങ്ങൾ, ജുമാ പോയിട്ട് നമസ്കാരം പോലും നടത്താൻ സാധിക്കാതെ പല പ്രദേശങ്ങളിലും ഇസ്ലാം മതവിശ്വാസികൾ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകേണ്ട ദുർഗതി. ഇതൊക്കെ ഉണ്ടാക്കുന്നവർ അവസാനം ഐക്യത്തെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥ ഐക്യം ആഗ്രഹിച്ചിട്ടല്ല. നമ്മളുടെ രാജ്യത്ത് ഒരു കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്നത് നടക്കാനോ നടത്താനോ കഴിയുന്നതല്ല. ഒരു ബഹുമത സാമൂഹ്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മളുടേത്. വിവിധ ഗോത്രവർഗങ്ങൾക്ക് പോലും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തി നിയമങ്ങൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. രാജ്യത്താകമാനം ഒരാഘോഷം പോലും ആഘോഷിക്കപ്പെടുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇന്ത്യ മുഴുവൻ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവമുണ്ടോ? ആഘോഷമുണ്ടോ? ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോ ആഘോഷങ്ങൾ. ഓണം മലയാളിയുടെ ആഘോഷമാണ്. ദീപാവലി അത് കേരളത്തിൽ ചെറുതായി ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും ഉത്തരേന്ത്യയിൽ അതൊരു വലിയ ഉത്സവമാണ്. ഹോളി ആഘോഷിക്കപ്പെടാറുണ്ട് ഉത്തരേന്ത്യയിൽ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ആഘോഷങ്ങളാണ് നിലനിൽക്കുന്നത്. ഇത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളിലേക്ക് വ്യക്തമായ സൂചന നൽകുന്നു. ഈ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടല്ലേ നൂറ്റാണ്ടുകൾ ഈ നാട്ടിൽ വിവിധ മതസമുദായങ്ങൾ സ്നേഹത്തോടെ ജീവിച്ചത്, സൗഹാർദ്ദത്തോടെ മുന്നോട്ടു പോയത്. ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാ പ്രശ്നങ്ങളുടെയും ഒറ്റമൂലിയാണോ കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്നത്? അല്ല, അതൊരു ചരിത്ര വസ്തുതയാണ്. ആ വസ്തുതയെ അംഗീകരിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യാത്ര ആരംഭിച്ചു നമ്മളുടെ രാജ്യത്തിന്റെ. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പിന്തുണയില്ലാതെ ഇന്ത്യയിലെ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ അവരവരുടേതായിട്ടുള്ള ആചാരങ്ങളും വ്യക്തി നിയമങ്ങളും അനുസരിച്ച് ജീവിച്ചു. അത് തുടർന്ന് കൊണ്ടുപോകണം. നമുക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർക്കണം, എതിർക്കപ്പെടണം. അതിലൊരു സംശയവുമില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, അനുവദിച്ചതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു വെറുക്കുന്നതാണ് വിവാഹമോചനം എന്ന് പറയുന്നത്. നമ്മളുടെ മക്കൾ വിവാഹമോചനം ചെയ്യപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുമോ? നമ്മളുടെ സഹോദരിമാർ വിവാഹമോചനം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഒത്തുപോകില്ല എന്ന് വരുമ്പോൾ മാത്രം അവസാനത്തെ കട്ടായം എന്ന നിലയിൽ ഉപയോഗിക്കേണ്ട ഒരു വഴി മാത്രമാണ് വിവാഹമോചനം. ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിങ്ങൾക്ക്. എത്ര പേർ ബഹുഭാര്യത്വം പുലർത്തുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ? ഇപ്പോ ഈ ഇരിക്കുന്നവർക്കെല്ലാം ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ നിയമമനുസരിച്ച്. പക്ഷേ ഇക്കൂട്ടത്തിൽ എത്ര പേരാണ് ആ അനുവദിക്കപ്പെട്ടത് അനുഭവിക്കുന്നത്? അതും വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെയൊക്കെ സ്പിരിറ്റാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ എല്ലാവരുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടൂ. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മളുടെ നാട്ടിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടത്താതിരിക്കുക. സഹോദര സമുദായങ്ങളുമായി സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുക. നമ്മളുടെ വഴി ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സഹോദര മതസ്ഥരുടെയും വഴികൾ ശരിയാണെന്ന് കരുതാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ആരാണ് മുസ്ലിങ്ങൾ എന്ന ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. മുഹമ്മദ് നബിയോടാണ് പറയുന്നത്,
മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല മുസ്ലിങ്ങൾ. താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ഖുർആനിൽ മാത്രം വിശ്വസിച്ചാൽ ഒരു ആൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല. ഖുർആന് മുമ്പ് അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുവാൻ അവൻ ബാധ്യതപ്പെട്ടവനാണ്. അതാണ് ഇസ്ലാം. എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുവാൻ ബാധ്യതപ്പെട്ട ഒരു ജനസമൂഹം, എല്ലാ പ്രവാചകന്മാരെയും പ്രവാചകന്മാരായി അംഗീകരിക്കുവാൻ ബാധ്യതപ്പെട്ട ഒരു ജനത. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് സഹോദര മതസ്ഥർ എങ്ങനെ അന്യരാകും? എങ്ങനെ അവർ പടിക്ക് പുറത്ത് നിർത്തപ്പെടേണ്ടവരാകും? ആരാധനാലയങ്ങളും വേദഗ്രന്ഥങ്ങളും മനുഷ്യനെ അടിപ്പിക്കുവാനുള്ളതല്ല, അടുപ്പിക്കുവാനുള്ളതാണ്. അകറ്റുവാനുള്ളതല്ല, അടുത്തിടപഴകാൻ പ്രേരിപ്പിക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങൾ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പ്രവാചകന്റെ ജന്മദിനം സമാഗതമാവുകയാണ്. പ്രവാചക സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കാൻ ഏറ്റവും നല്ല സന്ദർഭം. എങ്ങനെയാണ് പ്രവാചകൻ മറ്റുള്ളവരോട് സ്നേഹാദരങ്ങളോടെ പെരുമാറിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന അധ്യാപനങ്ങളാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരിക്കൽ ഒരു ജൂതമതവിശ്വാസിയുടെ ശവവും പേറി ഒരു സംഘം ആളുകൾ, മൃതദേഹവും പേറി ഒരു സംഘം ആളുകൾ നടന്നു പോകുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുക? ബഹുമാനിക്കുമോ? ആദരിക്കുമോ അതിനെ? പ്രവാചകൻ മുഹമ്മദ് നബി ഒരാളുടെ മൃതദേഹവുമായി ഒരു സംഘം ആളുകൾ പോകുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അനുയായികൾ പറഞ്ഞു, പ്രവാചകരെ, അതൊരു ജൂതന്റെ മയ്യത്താണ്, ഒരു ജൂതന്റെ മൃതദേഹമാണ്, എന്തിനാണ് അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അപ്പോൾ പ്രവാചകൻ അതിന് പ്രത്യുത്തരമായിട്ട് പറഞ്ഞത്, അതൊരു മനുഷ്യന്റെ മയ്യത്താണ്, ഒരു മനുഷ്യന്റെ മൃതദേഹമാണ് എന്നാണ്. മൃതദേഹത്തോട് പോലും മതം നോക്കാതെ ആദരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ മതം നോക്കി എങ്ങനെയാണ് അനാദരവ് പ്രകടിപ്പിക്കുവാൻ വേണ്ടി കഴിയുക? സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. മഹാപണ്ഡിതന്മാരും സാദാത്തുക്കളും ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പഴയ സൗഹൃദത്തിന്റെ ഭൂമിക തിരിച്ചു പിടിക്കണം നമുക്ക്. അതിന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ സ്തുത്യാർഹമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാലം സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും സന്ദേശം പരിലസിപ്പിച്ചും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ദീപശിഖ ഉയർത്തിപ്പിടിച്ചും ഈ സ്ഥാപനത്തിന് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ, നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കി ബഹുമാന്യനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കൂടി പങ്കാളിത്തത്തിൽ ഇവിടെ പുതുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഔപചാരികമായ സമർപ്പണം ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.